ഗൈസ്, നമ്മുടെ തലൈവരുടെ കൂലി ഇറങ്ങാൻ കുറെ നാളായി ഇത് വെയിറ്റ് ചെയ്യുന്നു. ടീസർ ഇറങ്ങിയ മുതലേ വൻ കാത്തിരിപ്പ് വന്നൊരു പടമായിരുന്നു. ലോകേഷ് തിരക്കഥാ സംവിധാനം, തലൈവർ നായകനാവുന്നു, മ്യൂസിക്കൽ, അതുപോലെ തന്നെ അൻപറിവ് സ്റ്റണ്ട് എല്ലാം കൊണ്ടും ഭീകര വെയിറ്റിംഗിൽ ഒരു പടമായിരുന്നു. 2019 ലോകേഷ് തലൈവറോട് കഥ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഡേറ്റ് കാരണം നീട്ടി ഇപ്പം റിലീസായി കിട്ടി. ഒരു വർഷം മുന്നേ ഇറങ്ങിയ ടീസറാണ് ഇത്രയും ഒരു ഹൈപ്പ് ആക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് ഞാൻ പറയും. ടീസറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് തരത്തിലുള്ള കഥയാണ് പറയാൻ പോകുന്നത്, എന്തൊക്കെ വിഷയങ്ങളാണ് സംസാരിക്കാൻ പോകുന്നതിൽ ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, തലൈവർ പൊളിച്ചിട്ടുണ്ട്. ഫുള്ളി ഓൺ ഫോമിലാണ്. 74 വയസ്സായെന്ന് ഒരു കാരണവശാലും പറയില്ല. അത്ര എനർജി ഉണ്ടായിരുന്നു. തലൈവരുടെ എല്ലാ മാൻറസംസും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവം, പിന്നെ ബീഡി സംഭവം, അങ്ങനെ ഒരുപാട് സ്റ്റൈൽ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻ ആയ ഒരാൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും ഈ ഒരു പടം. പടത്തിൽ ഒരു 40% പോർഷൻസ് തലൈവർ അങ്ങ് ഹൈയാക്കുന്ന പോർഷൻസ് തന്നെ ഉണ്ട്. അത് തലൈവർ വേറെ ലെവലായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈറ്റ് സീൻസും ഇമോഷണൽ സീൻസും ആ ഒരു എന്താ പറയാ ഹൈ ഓറ എനർജി സ്വാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് സത്യമാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. ചിക്കിട്ടു ഡാൻസിലും ഒക്കെ ഹൈ എനർജി ഉണ്ട്. വളരെ ചെറുപ്പക്കാരന്റെ ഒരു സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. മുഖത്തും ഒരു ആറ്റിറ്റ്യൂഡിൽ എവിടെ ഒരു പ്രായമില്ല. അത് അടിപൊളിയായിട്ട് ലോകേഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു തർക്കമില്ല. തലൈവർ സ്റ്റണ്ട് സീനുകളിലെല്ലാം കൊടുത്ത ഒരു ഹെവിനെസ് എല്ലാം ഉണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫൈറ്റിൽ പറയാനുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. പിന്നെ ദയാലായിട്ട് സൗബിൻ തകർത്താടിയിട്ടുണ്ട്. ഇൻട്രോ ഒക്കെ പൊളിയായിട്ടുണ്ട്. ആ ഒരു ചിരിയും ആ ഒരു ആറ്റിറ്റ്യൂഡ്, വില്ലന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം നന്നായിട്ടുണ്ട്. ഒരു സമയത്തുമ്പോ ദയാലിന്റെ ഒരു ക്യാരക്ടറിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിനുശേഷം പുള്ളിക്കാരന്റെ അഭിനയം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഫസ്റ്റ് പോർഷൻ സൗബിൻ പൊളിച്ചിട്ടുണ്ട്. സൗബിന്റെ ഇൻട്രോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൗബിന്റെ ആ ചിരി, നടത്തം എല്ലാത്തിലും ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ സൈമൺ ആയിട്ട് വന്ന നാഗാർജുന അക്നേൻ പൊളിച്ചിട്ടുണ്ട്. ഹെവി ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബൂസ്റ്റ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരനെ കാണിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറിന് അനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡും ലുക്കും എല്ലാം പുള്ളിക്കാരനുണ്ട്. സോ വളരെ ഈസി ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അത് നാഗാർജുന ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു പറയുന്നുണ്ടായിരുന്നു. ആ സത്യം പറഞ്ഞാൽ സ്ക്രീനിലും കാണാനുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പുള്ളിക്കാരൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. തെലുഗു ആരാധകർക്ക് രോമാഞ്ചിഫിക്കേഷൻ തോന്നേണ്ട മൊമെന്റ്സ് ഇഷ്ടം പോലെ പടത്തിലുണ്ട്. പിന്നെ നമ്മള് കന്നഡയിൽ ഉപേന്ദ്ര എൻട്രി ഒക്കെ രസമുണ്ടായിനി, അടിപൊളിയായിനി. ഒരു പോയിന്റ് തന്നെയാണ് പുള്ളിക്കാരന്റെ എൻട്രി. ആ ഒരു എൻട്രി, അതിന്റെ BGM എല്ലാം പൊളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ, ഈ ഒരു ക്യാരക്ടറിന് എന്തിനാണ് ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തെരും എവിടെയാണ് പൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. അതെച്ചാല് ഉപേന്ദ്രയുടെ ഒരു സ്ക്രീൻ പ്രസൻസും ആറ്റിറ്റ്യൂഡും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഉപേന്ദ്രക്ക് ഒട്ടും ഡയലോഗ് കൊടുത്തിട്ടില്ല, വളരെ വിരളമായിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ. ആക്ഷൻ സംഭവത്തിലെല്ലാം ഉണ്ട്, ഒരു തലൈവരുടെ കൂടെ നിൽക്കുന്ന സീനുകളിലൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഡയലോഗേ കിട്ടിയിട്ടില്ല. സ്ക്രീനിൽ ഇങ്ങനെ കാണാമെന്നല്ലാതെ വാ തുറക്കുന്നതായിട്ടില്ല. 1-2 ഡയലോഗ് ഉണ്ടോ സംശയമാണ്, അത്രേ ഉള്ളൂ. പിന്നെ അമീർ ഖാന്റെ എൻട്രി അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു സ്പെഷ്യൽ BGM കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു സ്റ്റാർസിനും ഇല്ലാത്തൊരു BGM കൊടുത്തിട്ടുണ്ട്. ആ ഒരു അമീർ ഖാന്റെ ഫേസ് റിവീൽ ചെയ്യുന്ന തുടക്ക സംഭവം എല്ലാം അടിപൊളിയായി. പക്ഷെ ഫേസ് റിവീൽ ചെയ്യുമ്പോൾ ഒരു പഞ്ച് കുറഞ്ഞു പോകുന്നു. ആദ്യം തന്നെ ഡയലോഗ് പറയുന്നതിന് മുന്നേ ഫേസ് ജസ്റ്റ് കാണിച്ചു പാടുന്ന ഒരു ഇളിച്ച ചിരിയാന്നുള്ളത്. ഇങ്ങനെ ഒരാൾ അമീർ ഖാൻ അടുത്ത് വരുമ്പോൾ അയാൾ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ഇളിച്ച ചിരിയാണുള്ളത്. അതാ പറഞ്ഞത്, കുറെ കാര്യം നമുക്കിത് കോൺട്രഡിക്ടറി ആണ്. ഇത്ര ഹെവി ആയ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ആ ഒരു ഫേസ് റിവീലിംഗ് ടൈം ഭയങ്കര ലോ ആയി പോകുന്നു. പട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സീനിലൊക്കെ പട്ടി ഇയാളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. ഒരു എന്താ പറയാ വൻ റോളായിരുന്നു അത്. അമീർ ഖാൻ അത്രയൊന്നും അത് ക്യാരി ആയിട്ടില്ല. ഇൻട്രോന്റെ കാര്യം പറയുമ്പോൾ തലൈവറിന്റെ ഇൻട്രോ പറയാൻ മിസ്സായി പോയേ. തലൈവറിന്റെ ഇൻട്രോ രസമുണ്ട് കേട്ടാ, ഭയങ്കര മോശമൊന്നുമല്ല. പക്ഷെ കുറച്ചുകൂടെ ഹെവി ഇൻട്രോ കൊടുക്കരുത്. ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഇത്ര ഒരു ഹെവി ആയ മനുഷ്യന് ഇങ്ങനെ ഒരു ഇൻട്രോ പോരാ. കുറച്ചും കൂടെ മാസം ഇൻട്രോ പ്രതീക്ഷിക്കുന്നുണ്ട്, അത്രയും കിട്ടിയില്ല. പിന്നെ ശ്രുതി ഹസൻ കിട്ടിയ റോള് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഉണ്ട്, അഭിനയിക്കേണ്ട സീൻസ് ഉണ്ട്. ഇമോഷണൽ ആക്കി ഓവർ ആക്കോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, നീറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യരായി നന്നായി ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ടേ ഉള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ സൗബിൻ കേട്ടാ, സൗബിൻ ഒരു സമയത്തല്ല പടത്തിൽ ഓട്ടനീളുണ്ട്. വലിയ റോളാണ് സൗബിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാബുരാജ് ഇടക്ക് സീനിൽ വന്നു പോകുന്നുണ്ട്. ഇനി നമുക്കിന്റെ പ്രധാന പോരായ്മയിലോട്ട് വരാം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ്. ഇതൊരു ലോകേഷ് പടാന്ന് ഒരാളും കണ്ടാ പറയില്ല, ആ രീതിയിലായി ചെയ്തു വെച്ചിട്ടില്ല. ഇപ്പൊ ലോകേഷിന്റെ കൈദി ആയാലും വിക്രം ആയാലും ലിയോ ആയാലും ലോകേഷ് പടങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാവും. അത് നല്ല കെട്ടുറപ്പുണ്ടാവും. അതിങ്ങനെ ഓരോ ക്യാരക്ടറിന്റെ ക്യാരക്ടറൈസേഷനും സ്റ്റോറി എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ലൊരു ബേസ് ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ചിടത്തോളം
ഇത് പ്രധാനമായി മിസ്സിംഗ് നിൽക്കുന്നത് ഇതിന്റെ തിരക്കഥയാണ്. ഭയങ്കര പാളിയ തിരക്കഥയാണെന്ന് ഞാൻ പറയും. തുടക്കം തൊട്ടേ ഉള്ള സീനുകളിൽ അത് ഒരു ക്ലിയർ ആണ്. ഇപ്പൊ മോണിക്ക സോങ് അടിപൊളിയാണ്, ആസ് എ സോങ് ആയിട്ട് മാത്രം മാറ്റി വെച്ചാൽ. പക്ഷെ സിനിമയിൽ ആ സോങ് പ്ലേസ് ചെയ്ത സ്ഥലം, ആ സോങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ആ പടത്തിലെ ആവശ്യമില്ല തോന്നുന്ന രീതിയിലാണ്. വളരെ സീരിയസ് ആയിട്ട് സൗബിൻ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് ഇടക്കായി പാട്ട് വരുന്നു. ടോട്ടലി അനാവശ്യം തോന്നുന്ന ഒരു സ്പോട്ടിലായി പാട്ടിട്ടില്ല. പൂജ ഹെഗ്ഡെ നന്നായി ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ കാണാനൊന്നുള്ള ആള് ഈ പറഞ്ഞ അനാവശ്യ സീൻസ് ഒരുപാട്, ലോജിക്കലി നമുക്ക് കറക്റ്റ് തോന്നാത്ത ഒരുപാട് സീൻസ് ഉണ്ട്. ഇതിലൊരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു പെണ്ണ് കള്ളത്തരം പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ ലവറിന് അതേ സ്പോട്ടിൽ ഇട്ടിട്ട് പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. എന്തിനു ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. എന്ന് വെച്ചാല് ആ ഒരു സീൻ കൊണ്ട് ഒരു സെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ സീൻ. ഇതിപ്പോ ഒരു കാര്യമാണ്, പല കാര്യങ്ങളുണ്ട് പടത്തിൽ നല്ല ജോളിയായി ജില്ലായി പോയിരിക്കും. പെട്ടെന്ന് ഒരു ഇമോഷണൽ ആയ സെന്റിമെന്റൽ ആയ ഒരു സീൻ വരും. ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര റഫായി പോയി. അതുപോലെ തന്നെ സൗബിന്റെ ബിസിനസ്സും ഈ സ്റ്റോറി ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ല. അങ്ങനെ പറഞ്ഞ ഒരു ലോകേഷ് പടങ്ങളിൽ കാണുന്ന ഒരു സംഭവം ഇതിൽ മിസ്സിംഗ് ആണ്. പിന്നെ ഡയറക്ഷൻ മഹാപോക്കായിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ലോകേഷ് പടം എന്നല്ല, ഒരു മാസ് മസാല പടം എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. ഇത് നമ്മളെ തലൈവരുടെ ഭാഷാ പടം പോലെ ട്രെയിലറിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ചാളിങ്ങനെ അലൂഫായി മാറി നിന്ന് നമ്മളൊരു റിവെഞ്ചിനായിട്ട് വരുന്ന ആ സംഭവം അത് ട്രെയിലറിലും വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ്. പിന്നെ ഒരുപാട് പടങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ജയിലർ എന്ന സിനിമയിൽ മുത്തുവേൽ പാണ്ടിന് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ആ കോണ്ടാക്ട്സ് വഴി ഇയാൾ എങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആയ ഒരു റവല്യൂഷൻ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. ആ സംഭവം ഒക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ഒരുപാട് സാധനങ്ങള് ജയിലറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇമോഷണൽ സീൻസും വെച്ചു കൊടുത്തിട്ടുണ്ട്, മാസായ സീൻസും വെച്ചിട്ടുണ്ട്. പക്ഷെ ജയിലർ എന്ന് വെച്ചാല് നല്ല കറക്റ്റ് കോമ്പോസിഷനിലാണ് നെൽസൺ എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇമോഷണലായ വേണ്ട സീനുകളിൽ ഇമോഷണൽ ആയിട്ടുണ്ട്, എന്നാ ഫൈറ്റായി മാസായി വരേണ്ട സീനുകൾ അത് മാസായിട്ട് നെൽസൺ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇമോഷൻ വേണം, ഫൈറ്റ് വേണം, നായകന്റെ ഡാർക്ക് സൈഡ് വേണം എന്ന് വെച്ച് വേണം ചെയ്തല്ല, അത് നാച്ചുറൽ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് തലൈവരുടെ വേറെ ലെവൽ അഭിനയം, അതൊരു മാജിക്കൽ പടമാണ്. പിന്നെ അനിരുദ്ധും ഒരുപാട് ആ ഒരു പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിലോട്ട് എത്തുമ്പോൾ അനിരുദ്ധ് കാര്യമായി ഒന്നും ചെയ്തില്ല ഞാൻ പറയും. പാട്ടൊക്കെ കേൾക്കാൻ രസമുണ്ട്, വൈബ് ഉണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ഹെൽപ്പിംഗ് ആയിരുന്നില്ല. ഒരു മാസ് സീന് ശേഷം ഒരു സെന്റിമെന്റൽ സീൻ വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും രസം ഉണ്ടായിട്ടില്ല, ഒരു സ്മൂത്ത് ആയിരുന്നില്ല. മാത്രമല്ല തലൈവർ വരുമ്പോഴുള്ള BGM ഒന്നും ഒരു ഹെവി അല്ല. അതാ പറയുന്നത്, ഇതിൽ ക്യാരക്ടർ കാണിക്കുന്നത് സംഭവമായിട്ടാണ്. ഇപ്പൊ തലൈവരുടെ ദേവാന്നുള്ള ക്യാരക്ടർ സംഭവമാണ്. പക്ഷെ ദേവാന്നുള്ള ക്യാരക്ടർ പിന്നെ ചെയ്യുന്ന പ്രവർത്തികളിൽ ആ ഒരു ഹെവിനെസ് ഇല്ല. സാധാരണ ഏതൊരാൾ ചെയ്യുന്ന ഒരു കാര്യം ദേവ ചെയ്യുന്നുള്ളൂ. ഒരു സംഭവം റിവെഞ്ച് ചെയ്യാൻ പോകുന്നതൊക്കെ സാധാരണ ഒരാൾ എങ്ങനെ റിവെഞ്ച് ചെയ്യാൻ പോകും അതേ ചെയ്യുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സ് അബദ്ധമായി. നമ്മൾ കൊടൂരായിട്ട് ആ വില്ലനെ റിവെഞ്ച് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നു പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ റിവെഞ്ച് വളരെ ഒരു എന്താ പറയാ സില്ലി ആയി പോയി. ഒന്ന് തള്ളിയിടുക അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ ക്യാരക്ടേഴ്സിന് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പവർ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. തിരക്ക് നല്ലോണം പാളിയിട്ടുണ്ട്, അതിന്റെ കൂടെ ഡയറക്ഷനും. അഭിനയിക്കുന്ന എല്ലാവരും നന്നാക്കിയിട്ടുണ്ട്, പക്ഷെ ബാക്കിയെല്ലാം പാളിപ്പോയി. പിന്നെ ടോട്ടലി അൺറിയലിസ്റ്റിക് ആയ ഫൈറ്റ് സീൻസ് വെച്ചാൽ ഇതൊരിക്കലും സംഭവിക്കൂല, നമുക്ക് അത്രയും ഷുവറാണ്. തലൈവർ നാഗാർജുന ഫൈറ്റിലൊക്കെ കുറെ കാര്യം നമുക്ക് ചിരിക്കാൻ തോന്നും. എന്ന് വെച്ചാൽ എല്ലാ ഫൈറ്റ് സീൻസും കേട്ടാ. അൻബർവ് ഇത്രയും മോശമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ഒരു പടം ഉണ്ടോ അറിയില്ല. ലിയോന്റെ ലാസ്റ്റും ഉണ്ട് ഇതുപോലെ 100 പേരെ വിജയ് പോയി കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇത് ഉടനീളം ഒട്ടും നല്ലതല്ലാത്ത ഫൈറ്റ് ആയിട്ട് വേണം പറയാൻ. അപ്പൊ അത്രയും നിങ്ങൾ ഈ പടം കണ്ടു, അത് എങ്ങനെയുണ്ട് പടം, തലൈവർ എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, സൗബിൻ എങ്ങനെയുണ്ട്, അമീർ ഖാൻ എങ്ങനെയുണ്ട്, നാഗാർജുന എങ്ങനെയുണ്ട്, ഉപേന്ദ്ര എങ്ങനെയുണ്ട്, എല്ലാം മറക്കാതെ കമന്റിയാണ്. മറക്കല്ലേ, മറന്നുകൂടാട്ടാ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.